ഇരുണ്ട കാട്. രാത്രി, സമയം 12. രോഹൻ, സഞ്ജന, നീതി, ശീതൾ, സഞ്ജയ്, പിന്നെ വരുൺ എല്ലാ കൂട്ടുകാരും ചേർന്ന് ഒരു പിക്നിക് പോയിരിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് എല്ലാരും ഉറങ്ങാൻ തുടങ്ങി. പക്ഷേ സഞ്ജനയും രോഹനും സംസാരിച്ചു കൊണ്ടിരുന്നു. രോഹൻ സഞ്ജനയെ തള്ളിവിട്ടു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി മറ്റൊരു വശത്ത് ചെന്ന് ഒളിച്ചിരുന്നു. രോഹൻ, നീ എവിടേക്കാണ് പോയത്? സഞ്ജന അവന്റെ ശബ്ദം കേട്ട വശത്തേക്ക് ഓടി. പക്ഷേ രോഹനെ അവിടെ കണ്ടില്ല. ആരെയോ അവിടെ അടിച്ചിട്ട് തറയിൽ വലിച്ചുകൊണ്ടു പോയതുപോലെയുള്ള അടയാളം മാത്രമാണ് കണ്ടത്. രോഹൻ, നീ എവിടെയാണ്? ഞാൻ ആദ്യമേ പറഞ്ഞതാ ഈ കാട്ടിനകത്ത് കളി വേണ്ടാന്ന്. സഞ്ജന അവനെ തേടിക്കൊണ്ട് മുൻപിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവൾ ഒരു കാഴ്ച കണ്ടു. അത് കണ്ട് അവൾ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അവളുടെ മുൻപിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ചുരിദാറായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ മുടി പിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അവൾ മൊത്തമായി രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അവളുടെ ശരീരത്തിൽ നിന്നും രക്തം താരതാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. അവളുടെ തലയിൽ നിന്നുപോലും രക്തം വന്നു. അവളുടെ കയ്യിൽ രോഹന്റെ ശരീരമുണ്ടായിരുന്നു. അവന്റെ തല വെട്ടപ്പെട്ടിരുന്നു. ഇത് കണ്ട് സഞ്ജന ഒരുപാട് പേടിച്ചു പോയി. അവളുടെ ശബ്ദം കാട്ടിലെ എല്ലാ മൂലകളിലും കേട്ടു. പിന്നെ ഉറങ്ങിക്കൊണ്ടിരുന്ന നീതിയുടെ ചെവികളിലും ആ ശബ്ദം കേട്ടു. എന്താണെന്ന് നോക്കാൻ വേണ്ടി അവൾ പുറത്തേക്ക് വന്നു. ഈ ശബ്ദം സഞ്ജനയുടെ ശബ്ദമല്ലേ? അവൾ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? ഇത് പറഞ്ഞിട്ട് നീതി സഞ്ജനയുടെ ക്യാമ്പിനടുത്തേക്ക് ചെന്നു. അവളെ അവിടെ കണ്ടില്ല. പക്ഷേ ക്യാമ്പ് മൊത്തം രക്തക്കറകൾ ഉണ്ടായിരുന്നു. അവിടെ തറയിലും ബെഡിലുമൊക്കെ രക്തക്കറകൾ നിറഞ്ഞിരുന്നു. ഇത് കണ്ട് പേടിച്ച് അവൾ അവിടെ നിന്നും പുറകിലോട്ട് പോയി. അവളുടെ ശബ്ദം കേട്ട് ബാക്കിയുണ്ടായിരുന്ന കൂട്ടുകാരും അവരവരുടെ ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്ത് പറ്റി നീതി? ഇത്ര നേരം പുറത്തേക്ക് നീ എന്താ ചെയ്യുന്നത്? അത് പിന്നെ എനിക്ക് സഞ്ജന കരയുന്ന ശബ്ദം കേട്ടു. പിന്നെ എന്റെ ക്യാമ്പിൽ നിന്ന് പുറത്തു വന്ന് അവളുടെ ക്യാമ്പിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ എവിടെ നോക്കിയാലും ഒരുപാട് രക്തമായിരുന്നു. അത് കണ്ട് പേടിച്ച് ഞാൻ കരയാൻ തുടങ്ങിയതാ. ഇത് കേട്ട് സഞ്ജയ് അകത്തേക്ക് ചെന്ന് നോക്കി. അപ്പോൾ അവിടെ രക്തം ഒന്നുമില്ലായിരുന്നു. സഞ്ജനയുടെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് കണ്ട് സഞ്ജയ്, നിധി, ഇവിടെ എല്ലാം ശരിയായിട്ടാണല്ലോ ഉള്ളത്. നീ ആവശ്യമില്ലാതെ പേടിക്കാണ്. റിലാക്സ് ആയിരിക്കൂ. നീ എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും. ഇത് കേട്ടിട്ട് നീതി പേടിച്ചു പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ ഇതൊരിക്കലും സമ്മതിക്കില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് അത് കണ്ടതാ. ചേടാ, ഈ കാര്യമൊക്കെ ഒന്ന് മറന്നേക്ക്. ഞാൻ പോയി റോഹനെ നോക്കട്ടെ. ഒരുപക്ഷെ അവന് ഈ കാര്യമൊക്കെ അറിയാം. ഇത് പറഞ്ഞിട്ട് സഞ്ജയ് രോഹന്റെ ക്യാമ്പിലേക്ക് ചെന്ന് നോക്കി. അവിടെയും ആരെയും കണ്ടില്ല. പിന്നീട് അവൻ തിരിച്ചു വന്ന് എല്ലാരോടും പറഞ്ഞു, ഗായ്സ്, രണ്ടുപേര് കാണുന്നില്ല. എനിക്കറിയാം, ആ ലൈലയും മജ്നുവും രാത്രി നേരത്തിലും പ്രണയിക്കാൻ ഇറങ്ങിയതായിരിക്കും. നമ്മൾ അവരെ എവിടെ ചെന്ന് തേടാനാ? മൊബൈലൊന്നും വർക്കാവുന്നില്ലല്ലോ. നമ്മളെ തന്നെ അവർ ഈ കാട്ടു മുഴുവനും ചുറ്റി തിരക്കിയെടുക്കണം. ശീതൾ, സഞ്ജയ്, വരുൺ, പിന്നെ നീതി കാട്ടിനകത്ത് ഒന്നിച്ചു ചെന്ന് അവരെ എല്ലാ സ്ഥലത്തും തിരഞ്ഞു. അവർ പോകുന്ന വഴിയിൽ ശബ്ദമിട്ട് അവരുടെ പേര് വിളിച്ചുകൊണ്ടേ പോയി. സഞ്ജന, സഞ്ജന, രോഹൻ, രോഹൻ, സഞ്ജന, സഞ്ജന, രോഹൻ, നിങ്ങൾ എവിടെയാണ് ഉള്ളത്? നീതിയും അവരോടൊപ്പം പോവുകയായിരുന്നു. പക്ഷെ എല്ലാവരുടെയും പുറകിലായി പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ നീതിയുടെ കാതുകളിൽ ആരോ ശബ്ദിക്കുന്നത് പോലെ കേട്ടു. ആ ശബ്ദം കേട്ട് നീതി പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആ ഭയങ്കരമായി രക്തം ഒഴുകിക്കൊണ്ടിരുന്ന ആ പ്രേതം അവളുടെ മുൻപിലായി നിന്നു. നീതി നിലവിളിക്കാനായി ശ്രമിച്ചപ്പോൾ അതിനകം തന്നെ ആ പ്രേതം അവളുടെ വായുകൾ പൊത്തിപ്പിടിച്ചു. എന്നിട്ട് അവളെ തറയിലേക്ക് തള്ളിവിട്ട് കാൽ വലിച്ചിഴച്ചു കൊണ്ടുപോയി. ആ പ്രേതം വളരെ ഭയങ്കരമായി നീതിയെ തറയിൽ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവൾ അവളുടെ രക്ഷയ്ക്കായി നിലവിളിച്ചു, രക്ഷിക്കൂ, രക്ഷിക്കൂ. ആ ശബ്ദം മറ്റുള്ള കൂട്ടുകാരുടെ കാതിൽ കേട്ടതും അവർ തിരിഞ്ഞു നോക്കി. ഇവിടെ ഇരുന്ന് നിധി എവിടെ പോയി? ഇതുവരെ നമ്മുടെ പുറകെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവൾ എവിടേക്കാ പോയത്? ഓ ഗായ്സ്, വേഗം തന്നെ രണ്ടുപേരും നമ്മൾ തിരക്കണം. അല്ലാതെ തന്നെ എനിക്ക് നല്ല പേടിയുണ്ട് ഇപ്പോ. ഇത് പറഞ്ഞിട്ട് 3 പേരും തിരിച്ചു വന്ന വഴിയിൽ തന്നെ പോയി. ഇപ്പോൾ നീതിയുടെ പേര് പറഞ്ഞ് അവർ വിളിക്കാൻ തുടങ്ങി. മറുവശത്ത് ആ പെൺകുട്ടി നീതിയെ വലിച്ചിഴുത്തു കൊണ്ടുപോയി അവളെ തൂക്കിയെടുത്ത് ഒരു കുളത്തിലേക്ക് എറിഞ്ഞു. നീതിക്കും നീച്ചൽ അറിയാമായിരുന്നു. അതുകൊണ്ട് കുറച്ചു സമയത്തിനകം തന്നെ അവൾ നീന്തി പുറത്തേക്ക് വന്ന് ഒരു കരയെ നോക്കി നീന്തി ചെന്നു. അവിടെ സഞ്ജനയും രോഹനും ഇരിക്കുന്നത് അവൾ കണ്ടു. നീതി അവരോട് ചെന്ന് ചോദിച്ചു,
സഞ്ജന, രോഹൻ, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക? ഞങ്ങൾ നിങ്ങളെ വിചാരിച്ച് ഒരുപാട് പേടിച്ചു. ഇവിടെ വന്ന് നിങ്ങൾ എന്ത് ചെയ്യുകയാ? നമ്മുടെ കൂട്ടുകാരെ ആരെയും ഇനി രക്ഷിക്കാനേ പറ്റില്ല. എല്ലാരും ഈ കുളത്തിൽ വീണ് മരിക്കേണ്ടത് തന്നെ. അവൾ നമ്മൾ എല്ലാരെയും കൊന്നുകളയും. ഇത് പറഞ്ഞിട്ട് സഞ്ജനയും രോഹനും ചിരിക്കാൻ തുടങ്ങി. പിന്നെ അവരുടെ കണ്ണുകൾ രണ്ടും ചുവന്നു തുടിച്ചിരുന്നു. ഇത് കണ്ട് നീതി ഒരുപാട് പേടിച്ചുപോയി. അവർ രണ്ടുപേരും നീതിയെ വീണ്ടും ആ കുളത്തിലേക്ക് തള്ളിയിട്ടു. പിന്നെ അവൾ പേടിച്ച് വെള്ളത്തിനകത്തേക്ക് ചെന്നു. പക്ഷെ അവളെ കൊണ്ട് അതിൽ നിന്നും പുറത്തു വരാൻ പറ്റിയില്ല. എന്തുകൊണ്ടെന്നാൽ വെള്ളത്തിനടിയിൽ ഇരുന്ന് ഒരു പ്രേതം അവളുടെ കാലുകളെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. വെള്ളത്തിനകത്തേക്ക് ചെന്നു. നീതിയുടെ ശബ്ദം മറ്റുള്ളവരുടെ കാതിൽ കേട്ടതും അവർ കേട്ട വശത്തിലേക്ക് ഓടി. എന്നിട്ട് ആ കുളത്തിനരികിലേക്ക് ചെന്നു. ഇത് കണ്ട് അവരെല്ലാം ഒരുപാട് പേടിച്ചു പോയി. ആ കുളത്തിലെ വെള്ളത്തിൽ നീതി മിതന്നു കിടക്കുകയായിരുന്നു. അടുത്ത നിമിഷം തന്നെ ആ രക്തം വടിഞ്ഞുകൊണ്ടിരുന്ന പ്രേതം അവരുടെ മുൻപിൽ വന്നു നിന്നു. ആരാണ് നീ? നീ എന്തിനാ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ കൊല്ലുന്നത്? ഇത് കേട്ടതും ആ പ്രേതം കഥ പറയാൻ തുടങ്ങി. എന്റെ പേര് മേഹനയാണ്. ഞാൻ എന്റെ BA സ്റ്റഡി ആരംഭിക്കാനായി ഒരു പുതിയ കോളേജിൽ ജോയിൻ ചെയ്തു. അവിടെ എന്റെ സീനിയേഴ്സ് എന്നെ റാഗിംഗ് ചെയ്തു. അവരാരും തന്നെ എന്നെ വെറുതെ വിട്ടില്ല. എനിക്ക് ആരെങ്കിലും ഫ്രണ്ടായിട്ട് കിട്ടിയാൽ നന്നായിരിക്കുമെന്ന് ഞാൻ കരുതി. ഒരുപാട് ദിവസം ശ്രമിച്ചു നോക്കി. പക്ഷെ ആരും തന്നെ എന്നോട് കൂട്ടുകൂടിയില്ല. എല്ലാരും എന്നെ കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പിന്നെ ഒരു ദിവസം രാഹുൽ, രവി, ശ്വേത പിന്നെ ഇഷ്മിത്തും ചേർത്ത് എന്നോട് പറഞ്ഞു, നിനക്ക് ഞങ്ങളോട് കൂട്ടുകൂടണമെങ്കിൽ ഞങ്ങൾ നിനക്കൊരു ചാൻസ് തരാം. ഈ ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് ഞങ്ങൾ പിക്നിക് പോകുന്നുണ്ട്. അന്ന് ഞങ്ങളോടൊപ്പം വാ. അന്ന് മുഴുവനും എൻജോയ് ചെയ്തതിനു ശേഷം രാത്രി ഞങ്ങൾ എല്ലാവരും നിനക്ക് ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് കെട്ടും. പിന്നീട് നീ ഞങ്ങളുടെ കൂട്ടുകാരിയായി മാറും. ഇത് കേട്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അവർ പറഞ്ഞത് കേട്ട് അവരോടൊപ്പം പിക്നിക്കിനേക്കും പോയി. പക്ഷെ അവിടെ പോയതിനു ശേഷം അവരെന്നെ ഒരുപാട് വേദനിപ്പിച്ചു. പിന്നീട് രാത്രി ഈ കുളത്തിനരികിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരേ ഒരു പ്രാവശ്യം ഈ കുളത്തിൽ സ്വിമ്മിംഗ് ചെയ്യാനായി എന്നോട് പറഞ്ഞു. പിന്നീട് പുറത്തു വന്നതിന് ശേഷം നിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരായി ചേർത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരാളായി മാറ്റും. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അവരെന്നെ നിർബന്ധിച്ച് കുളത്തിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് അവരുടെ സന്തോഷത്തിനു വേണ്ടി അതിനെ വീഡിയോ ആയിട്ട് അവർ ഷൂട്ട് ചെയ്തു. ഞാൻ ഒരുപാട് കരഞ്ഞു. രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് നിലവിളിച്ചു. പക്ഷെ അവർ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൽ എൻജോയ് ചെയ്യുകയായിരുന്നു. ഞാൻ മൊത്തമായി വെള്ളത്തിനകത്ത് മുഴുകിയതിനു ശേഷം അവർ പേടിക്കാൻ തുടങ്ങി. അവർ വെള്ളത്തിൽ ചാടി എന്നെ തിരക്കി. പക്ഷെ അതിനകത്ത് ഞാൻ മരിച്ചുപോയി. ഞാൻ മരിച്ചും പോയി. അവർക്ക് എന്റെ ബോഡിയും കിട്ടിയില്ല. അവർ ഇവിടെ നിന്നും ശാന്തമായി തിരിച്ചുപോയി. അന്നു മുതൽ എന്റെ ആത്മാവ് ഇവിടെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ വരുന്ന യാതൊരു ടൂറിസ്റ്റിനെയും വെറുതെ വിടുന്നതല്ല. ഇതു പറഞ്ഞിട്ട് ആ പ്രേതം സഞ്ജയുടെ കഴുത്തിലേക്ക് പിടിച്ച് അവനെ വലിച്ച് കുളത്തിലേക്ക് എറിഞ്ഞു. സഞ്ജയ്ക്കും നീന്താൻ അറിയാമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അവനെ കൊണ്ട് നീന്താൻ പറ്റിയില്ല. പിന്നെ അവൻ മാഞ്ഞുപോയി. ഇത് കണ്ട് ശീതളും വരുണും ഒരുപാട് പേടിച്ചു. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പേടിച്ചോടിപ്പോയി. അവർ രണ്ടുപേരും ഏതു വശത്തേക്ക് ഓടിയാലും അവരുടെ മുൻപിലായി ആ പ്രേതം പ്രത്യക്ഷപ്പെട്ടു. അവരവിടെ നിന്നും തിരിഞ്ഞോടി. അവിടെയും പ്രേതം പ്രത്യക്ഷപ്പെട്ടു. കുറെ സമയം ഇങ്ങനെ കടന്നുപോയി. പിന്നീട് ആ പ്രേതം അവർ രണ്ടുപേരുടെ കഴുത്തിലേക്കും പിടിച്ചു. ശീതളിനെ ആ പ്രേതം ഒരു വശത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പിന്നീട് വരുണിനെ തന്റെ കയ്യിൽ പിടിച്ചു വെച്ചു. പിന്നെ ശീതൾ എണീറ്റ് ആ പ്രേതത്തിനരികിലേക്ക് ചെന്നു പറഞ്ഞു, മേഹന, നീ വളരെ നല്ല കുട്ടിയാണ്. ഞാൻ നിന്നോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നു. Will you be my friend? ഇത് കേട്ടതും അവൾ ശീതളിനെ നോക്കി. വളരെ ദേഷ്യത്തോടെ അവളെ നോക്കി. ശീതൾ ഒന്നും തന്നെ ആലോചിക്കാതെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് എടുത്ത് പ്രേതത്തിന്റെ കയ്യിൽ കെട്ടിക്കൊടുത്തു. ഇന്നു മുതൽ നമ്മൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഇത് കേട്ടിട്ട് അവൾ വളരെ ശാന്തമായി മാറി. അവൾ ചിരിക്കാൻ തുടങ്ങി. ശീതളിനെ അവൾ കെട്ടിപ്പിടിച്ചു. പിന്നെ കുറച്ചു സമയത്തിനകം മേഘനയുടെ ആത്മാവ് മറഞ്ഞുപോയി. ഇപ്പോഴവളെവിടെ പോയത്? അവളുടെ ആത്മാവിന് മുക്തി ലഭിച്ചിരിക്കുന്നു. അവൾ എവിടെയാണോ ഇരിക്കേണ്ടത് അവിടേക്ക് അവൾ പോയി. ഇത് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് ക്യാമ്പിലേക്ക് പോയി. ഉടൻ തന്നെ അവർ കാർ എടുത്തുകൊണ്ട് വീട്ടിലേക്കും പോയി.